പ്രതിയെ ഇപ്പോൾ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? വിശദാംശങ്ങൾ എന്താണ്? ഇപ്പോൾ പ്രതി ആലത്തൂർ പോലീസ് സ്റ്റേഷനിലാണുള്ളത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇന്ന് ഇയാളെ ഇവിടെ വെച്ച് കൂടുതൽ ചോദ്യം ചെയ്യും, അതുവഴി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് പോലീസ് കണക്കാക്കുന്നത്. ഇയാളുടെ ഹിറ്റ് ലിസ്റ്റിൽ 3 പേർ കൂടി ഉണ്ടായിരുന്നു എന്നുള്ളത് ഇന്നലെ വ്യക്തമായിരുന്നു. അത് പുറത്തു വന്നിരുന്നു. അതാരെന്നാൽ മകൾ, മരുമകൻ, ഭാര്യ, ഈ 3 പേരെയാണ് ഇയാൾ കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നതായി പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. ഇത്തരത്തിൽ താൻ ഇവരെയും കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നു. സുധാകരനെ പെട്ടെന്ന് കൊലപ്പെടുത്താൻ കാരണം ഈ കൊലപാതകത്തിന്റെ തലേ ദിവസം സുധാകരനുമായി വാക്കുതർക്കമുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ പെട്ടെന്ന് സുധാകരനെ കൊല്ലപ്പെടുന്ന രീതിയിലേക്ക്, കൊല്ലാനുള്ള നീക്കത്തിലേക്ക് നീങ്ങിയതെന്നും പോലീസിനോട് ഇയാൾ പറയുകയുണ്ടായി. അതേസമയം തന്നെ യാതൊരു തരത്തിലുള്ള കൂസലുമില്ലാതെയാണ് പോലീസിനെ ഇയാൾ പറയുന്നത്. ഇയാൾ പറഞ്ഞൊരു കാര്യം, സുധാകരൻ ഭയങ്കര ചൊറിച്ചിലായിരുന്നു, അത് തീർക്കാനാണ് കൊലപ്പെടുത്തിയതെന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ള രീതിയിലാണ് ഇയാൾ പലതും പോലീസിനോട് മറുപടി നൽകിയത്. ഈ പ്രദേശവാസികൾ തന്നെ തിരയുന്നതെല്ലാം തന്നെ സുധാകരൻ അറിഞ്ഞിരുന്നു. ഡ്രോൺ വരുന്നത് കണ്ടിരുന്നു. ഇതൊക്കെ കണ്ട് ഇയാൾ പല സ്ഥലങ്ങളിൽ പതുങ്ങി എന്നുള്ള വിവരങ്ങൾ കൂടി ഇയാൾ പോലീസിനോട് പറഞ്ഞു. അതേസമയം കഴിഞ്ഞ ദിവസം ഇളക്കിയുള്ള ഒരു പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ തിരച്ചിൽ ജനശ്രദ്ധ തിരിക്കാനാണെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. കാരണം ഏകദേശം ആ സമയത്ത് തന്നെ പോലീസ് ഇയാളെ ലൊക്കേറ്റ് ചെയ്തിരുന്നു. പക്ഷേ അങ്ങനെ പിടിച്ചു കൊണ്ടുവരികയാണെങ്കിൽ ഇയാൾ ഒരു പക്ഷേ ജനക്കൂട്ടം ആക്രമിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. അത് മാറ്റാൻ വേണ്ടിയാണ് അത്തരത്തിലൊരു സ്ട്രാറ്റജി പോലീസ് പ്രയോഗിച്ചത് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. കാരണം ആ തിരച്ചിൽ നടക്കുന്ന സമയത്ത് തന്നെ ഏകദേശം സുധാകരൻ എവിടെയുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. പക്ഷേ ആ സമയത്ത് അയാളെ കൊണ്ടുവരികയാണെങ്കിൽ വീടിന് മുൻപിലുള്ള, അതായത് അയാളുടെ വീട്ടിലേക്കാണ് അയാൾ വന്നിരുന്നത്, ആ പ്രദേശത്ത് ആ പാടത്തിലൂടെയുള്ള വഴിയിലൂടെ കൊണ്ടുവരികയാണെങ്കിൽ ഒരുപക്ഷെ വലിയ അക്രമങ്ങൾക്ക് അത് കാരണമാകും. അയാളെ ജനങ്ങൾ ആക്രമിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ജനശ്രദ്ധ തിരിച്ചുകൊണ്ട്, ഇത്തരത്തിൽ മാട്ടായിൽ ഇയാളുണ്ട് എന്ന് പറഞ്ഞ് അങ്ങോട്ട് ജനശ്രദ്ധ തിരിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു ഇയാൾ പ്രതിയെ പിടികൂടിയതെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇന്ന് വൈകിട്ട് ഇയാളെ കോടതിയിൽ ഹാജരാക്കി മറ്റ് നടപടികൾ സ്വീകരിക്കും. വളരെ ക്രൂരമായ കൊലപാതകമാണ്. ഇനിയും 3 പേരെ ഇയാൾ കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നു. ഒരുപാട് പേരെ കൊല്ലാനുള്ള പദ്ധതിയുമായാണ് ഈ ചെന്താമര നടന്നത്. അതിന്റെ ഭാഗമായാണ് ആദ്യം ഈ 2 പേരെ വെട്ടിക്കൊലപ്പെടുത്തിയത്. അരും കൊല ചെയ്ത പ്രതിക്ക് ഒരിക്കലും ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാതിരിക്കട്ടെ എന്നാഗ്രഹിക്കുകയാണ് ആ നാട്ടുകാരും കുടുംബവും ആ കുഞ്ഞു മക്കളുമൊക്കെ.